അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ തുടങ്ങി. ആദ്യം തന്നെ തുടങ്ങുന്നത് നമ്മുടെ കോളേജിലത്തെ സെലിബ്രേഷൻസ് വെച്ചിട്ടാണ്. കോളേജിൽ നമ്മൾ 2 PG ക്ലാസ്സുകാരും കൂടെ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ വന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കേക്ക് കട്ട് ചെയ്യുക, അതായിരുന്നു മെയിൻ പരിപാടി ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കോളേജിൽ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ അടിപൊളിയായി കഴിഞ്ഞു. ഇനി നമുക്ക് 10 days ഹോളിഡേയ്സ് ആണ്. ഫൈനലി നമ്മുടെ ക്രിസ്മസ് എത്തിയിരിക്കുകയാണ്. രാവിലെ എണീച്ചപ്പോൾ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. രാവിലെ തൊട്ട് തകൃതിയായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടിലൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത് അന്നത്തെ ഫുഡ് അടിയാണ് കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങി. അപ്പം ചിക്കൻ സ്റ്റൂ ആയിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി സ്റ്റൂ ആയിരുന്നു കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലുള്ള കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ് കേട്ടോ ആ കണ്ടത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ അടുത്ത നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയിലോട്ടാണ് നമ്മളിനി കിടക്കുന്നത്. ലഞ്ചിൻ്റെ മെനു ഗീ റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ആയിരുന്നു. ഈ ക്രിസ്മസ് സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് മൂവീസ് ഇരുന്ന് കാണുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അന്നും ഞാനൊരു ക്രിസ്മസ് മൂവി കണ്ടു. അപ്പോഴേക്കും നമ്മുടെ ലഞ്ചൊക്കെ അടിപൊളിയായി അവിടെ പ്രിപ്പയർ ആവുന്നുണ്ടായിരുന്നു. ഏതായാലും ക്രിസ്മസ് അല്ലേ, അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ റെഡിയായി ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഫുഡെല്ലാം ടേബിളിൽ കൊണ്ടുപോയി സെറ്റാക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തുപോയി. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം സമയം വളരെ അതിക്രമിച്ചതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിൽ പോയി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ക്രിസ്മസ് ലഞ്ച് കഴിച്ചു. അങ്ങനെ നമ്മുടെ അടിപൊളി ക്രിസ്മസ് ലഞ്ചും കൂടെ കഴിച്ചപ്പോൾ ആണ് കേട്ടോ ശരിക്കും ക്രിസ്മസ് അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തിയത്. സോ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തത്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് മൈ വ്ളോഗ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.